താങ്കൾ എന്റെ എത്ര കാലം കൊണ്ടുള്ള ആരാധികയാണ്. ഇത് കാണാറുണ്ടോ? എന്റെ യൂട്യൂബ് കാണത്തില്ലയോ? കാണോ? ചാനൽ കാണാറുണ്ടോ? വീഡിയോസ് കാണാറുണ്ടോ? ഉറപ്പാണോ? ഗാഡ്സുകാർക്ക് പിടിച്ചു കൊടുക്കണോ? എന്നെ ഇതിനെ പിടിച്ചു കൊടുക്കുന്നത്? ബീച്ച് അങ്ങനെ ആദ്യമായിട്ട് വന്ന ബീച്ച് ഉണ്ട്. ഇതാണ് ബീച്ച്. ബീച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തുവാ? എന്തോ സൂപ്പറാണോ? ആ പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ? ഇല്ല കളിക്കൊന്നും വേണ്ട. അത് കളിച്ചു കഴിഞ്ഞാൽ അങ്ങ് എടുത്തോണ്ട് പോകും. ആരും പറയണ്ട. അവിടെ നിക്ക. ആര് പറയാനോ? പോലീസിനെ പിടിച്ചു കൊടുക്കണോ? അജയ് മോഹനൊന്നും പിടിച്ചു കൊടുക്കത്തില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി ആയിട്ടൊരു സ്ഥലമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരും ഇതുവരെ കണ്ടു കാണാൻ വഴിയില്ല. കണ്ടോ? കൊല്ലം ബീച്ച്. വെള്ളം വരാത്ത നീ നേരെ തേടിയാലോ തെറ്റ് കാണും ഇല്ലയോ? ABCD എല്ലാം ഉണ്ടോ? അത് ഫുള്ളില്ലല്ലോ. ഉണ്ടോ? എന്നാ പോട്ടെ. ഇനി കടലാണ്ടേ? ഇച്ചിരി വെള്ളമുള്ള കടൽ മതിയോ? ഇത് ഫുള്ള് വെള്ളമുള്ള കടലല്ലയോ? എന്തോ ഈ കടലിലെന്തോ കുഴപ്പമെന്തുവാ? ഈ കടല് ദൂരെ പോവാന്നോ? ഇനി ഇതാ കടല്. പിന്നെ എങ്ങനെ ഇരിക്കും കടല്? ഇച്ചിരിയുള്ള വെള്ളത്തിലോ? അത് ചെറിയ തോടൊക്കെയാ. ബീച്ചിൽ വന്ന് പെട്ടത് ഒരു ഉച്ച സമയത്താണ്. അത്യാവശ്യം നല്ലൊരു ബീച്ചാട്ടോ. ഇപ്പം അത്യാവശ്യം വൃത്തി നീറ്റൊക്കെ ആയിട്ടുണ്ട്. പിന്നെ സ്ക്വാഡുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് സേഫാണ്. പിന്നെ കുറേ കുട്ടികളെല്ലാം ഉണ്ടാകുന്നുണ്ടോ. അത്യാവശ്യം നമുക്ക് ഒന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ്. പിന്നെ ഇവിടുത്തെ തിര ഇച്ചിരി കൂടുതലാണ്. അതാ ഒരു പ്രശ്നം. പിന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ താണ്ടോ ആ പോയിന്റിൽ നിന്നാണ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് കാണുന്നൊരു പോർഷൻ ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് അധികം ആരും ഇറങ്ങല്ല. ഈ നടുക്ക് ഭയങ്കര കുഴിയാണെന്ന് പണ്ട് മുതലേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കുഴിയുള്ള താഴ്ചയുള്ളൊരു പോയിന്റാണ് ഇവിടെ. അതുകൊണ്ട് ഇത് കണ്ടോ, ഇത്രയും ഭാഗത്ത് മണ്ണളി കിടക്കുന്നുണ്ടോ. ശക്തമായിട്ടുള്ള തിരമാലയൊക്കെ അടിക്കുന്നതുകൊണ്ടാണ്. ഈ ഒരു സെൻട്രൽ ഭാഗത്ത് അധികം ആരും അങ്ങനെ ഇറങ്ങരുത് കേട്ടോ. അത്ര സേഫ് അല്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് വേണേതുകൊണ്ട് ആ എൻഡ് പോർഷനിലോട്ട് ഇച്ചിരിയൊക്കെ നടന്നു പോയിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല കേട്ടോ. അവിടെ ഒന്നും വലിയ പ്രശ്നമില്ല. ഈ നടുക്കിറങ്ങരുത്. ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ അടുത്തൊരു വലിയൊരു ഫേമസ് ആയിട്ടൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് കയറി കാവാന്ന് പറയും. QUVA അങ്ങനെ എന്തോ പറയുന്നത്. അപ്പോൾ നോക്കാം ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടോ നോക്കേ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് മുന്തിരി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ബീച്ചിലെ യാത്രയൊക്കെ? അടിപൊളിയായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ് പേടിയാവുന്നൊക്കെ. എൻ്റെ കൂടെയുള്ള ട്രിപ്പ് എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പം എങ്ങനെയാണ് ഈ ട്രിപ്പിനെ കുറിച്ചൊക്കെ അറിഞ്ഞെങ്ങനെ? യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ടെന്നോ അതോ അന്ന്? ഇനി ആളുകളൊക്കെ വരട്ടില്ലയോ? ഇപ്പം മേഡം ഇപ്പം എത്രല്ല പഠിക്കുന്നത്? എത്ര? LKGയിലോ? അപ്പം എന്നെക്കാളും മൂത്ത ആളാണ്. ഇപ്പം LKG പോവാ. അപ്പം എന്നെക്കാളും മൂത്ത ആളല്ലേ? എന്നെക്കാളും ഒരുപാട് മൂത്തല്ലേ? ഓക്കെ. ചേച്ചി അന്നേരം ഒരു കാര്യം ചെയ്യണം. ഇനിയും പുതിയ വീഡിയോ ഒക്കെ വരുമ്പോൾ പറയാം കേട്ടോ. ട്രാവലിംഗ് വീഡിയോ ഒക്കെ എന്തൊക്കെ വരുമോ? ഓക്കെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ പറ. അങ്ങോട്ട് പറ. ബൈ. ഓക്കെ ശരി എന്നേ.